ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒട്ടും അയവ് വരുന്നില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ഹാമർ എക്സസൈസ് എന്ന പേരിൽ ഒരു സൈനിക പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇതുവരെ നമ്മൾ കാണാതിരുന്ന അസീം മുനീർ എന്ന് പറയുന്ന സൈനിക തലവൻ നേരിട്ട് രംഗത്തേക്ക് വന്ന് സൈനികർക്കിടയിൽ മനഃശാസ്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള എക്സസൈസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പരിശീലനത്തിലൂടെ പാകിസ്ഥാൻ്റെ ആധുനിക പീരങ്കികൾ, തോക്കുകൾ, യുദ്ധോപകരണങ്ങളൊക്കെ തന്നെ പരിശീലിപ്പിക്കുകയാണ്. അപ്പം സൈനികർക്കിടയിൽ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകാൻ കഴിയും. സൈനികർ യുദ്ധത്തിന് തയ്യാറാകുക, നിങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി ഞങ്ങളുണ്ട്, പ്രൊഫഷണലിസ്റ്റുകളാണ് നിങ്ങൾ എന്നുള്ള ഒരു മെസ്സേജ് ഈ സൈന്യാധിപൻ പാക് ആർമിക്ക് നൽകുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇന്ത്യ ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന UP-യിലെ ഒരു 8 വരി പാതയുണ്ട്. ഇവിടേക്ക് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വന്ന് ലാൻഡ് ചെയ്യുന്നു, അവിടെ നിന്ന് ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്നു എന്ന് പറഞ്ഞാൽ അവിടം വേണമെങ്കിൽ ഒരു വ്യോമതാവളമാക്കി മാറ്റാനുള്ള പരിശീലനം ഇന്ത്യ നടത്തുന്നു. ഒപ്പം അറബിക്കടലിലുള്ള കപ്പലുകളിൽ നിന്ന് റോക്കറ്റുകൾ പരിശീലിക്കുന്ന റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന പരിശീലന പരിപാടികളും തുടരുന്നു. ചുരുക്കം പറഞ്ഞാൽ രണ്ട് മേഖലയിലും സംഘർഷ സമാനമായ സാധ്യതകൾ നിലനിർത്തുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ മറ്റ് ലോകരാജ്യങ്ങളുടെ എല്ലാം സഹായം തേടുകയാണ്. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകരുത്, ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയെ നേരിടാനുള്ള കരുത്തില്ല. ഏറ്റവും ഒടുവിൽ ചൈനയും ഈ തുർക്കിയും ഒക്കെ അവരെ കൈയൊഴിഞ്ഞു. അമേരിക്കയും അതുപോലെ UN-നെ സമീപിച്ചു. അവർ വലിയ പിന്തുണയൊന്നും നൽകിയില്ല. ഇപ്പോൾ 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയെ സമീപിച്ചു. എന്നിട്ട് പറയുന്നു, ഇന്ത്യ ഞങ്ങൾക്ക് മേൽ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണിത് തന്നെ, ഇന്ത്യൻ തീരുമാനങ്ങളൊക്കെ തന്നെ ഞങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം. OIC-യിലെ അംബാസിഡർമാരുമായിട്ട് പാകിസ്ഥാൻ്റെ UN-ലെ സ്ഥാനപതിയുണ്ട് അസിം ഇഫ്തിഖർ അഹമ്മദ്. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സ്ഥിതിഗതികൾ, അതായത് ദക്ഷിണ ഏഷ്യയിലെ സ്ഥിതിഗതികളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യ രാഷ്ട്രീയ പ്രേരിതമായിട്ട്, നിരുത്തരവാദപരമായിട്ട്, വൈരാഗ്യ ബുദ്ധിയോടെ ഞങ്ങളുടെ തലയിൽ പഹൽഗാം അറ്റാക്കിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നു, ഞങ്ങളല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ രാജ്യങ്ങളെല്ലാം തന്നെ, അല്ലെ അവിടുത്തെ അംബാസിഡർമാരെല്ലാം തന്നെ പാകിസ്ഥാനൊപ്പം നിൽക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഹാമർ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇവിടേക്ക് പാക് സൈന്യാധിപനായ അസീം മുനീർ നേരിട്ടെത്തി. എന്നിട്ട് പാക് സൈനികർക്ക് ആത്മവിശ്വാസം പകരുന്നു. കാരണം നേരത്തെ നമ്മൾ കേട്ടത് ഏതാണ്ട് 5000-ഓളം പട്ടാളക്കാർ പാക് സൈന്യത്തിൽ നിന്ന് രാജിക്കത്ത് കൊടുത്ത് തങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ്. പക്ഷേ അവരൊന്നും പോയതുകൊണ്ട് നമ്മൾ തകരില്ല എന്നും, ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള സാഹസിക നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ അതേ നാണയത്തിൽ അതേ വേഗത്തിലും ദൃഢതയോടെയും തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും, അതിനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. ഇതാണ് അസീം മുനീർ ഈ ക്യാമ്പ് നടക്കുന്ന മേഖലയിൽ നേരിട്ടെത്തി അവർക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ പ്രൊഫഷണലിസ്റ്റുകളാണ് നിങ്ങൾക്ക് ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, ആധുനിക ടെക്നോളജിയെ മിശ്രണം ചെയ്തുകൊണ്ടുള്ള സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്കിവിടെ പ്രയോഗിക്കാൻ കഴിയും എന്നൊക്കെ തന്നെ ഒരു ഉപദേശവും നൽകുകയാണ്. അപ്പോൾ മനഃശാസ്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാക് ആർമി ചീഫിന് ഇവിടെ സാധിക്കുന്നു. പക്ഷേ ഇന്ത്യ വ്യോമതാവളങ്ങളിലൊക്കെ തന്നെ വളരെ സുസജ്ജമായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങളെല്ലാം തകർക്കുന്നു. റേഡിയോ ജാമറുകൾ, അതുപോലെ തന്നെ GPS ജാമറുകൾ ഇവയെല്ലാം സ്ഥാപിച്ചു. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അവരുടെ റേഡിയോ ഫ്രീക്വൻസി ഉൾപ്പെടെ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ബ്രഹ്മോസും അഗ്നിയും ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഏത് നിമിഷവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കി നമ്മൾ വെച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു ടെൻഷനാണ് അവർക്ക് സൃഷ്ടിക്കുന്നത്. കൂടാതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന 8 വരി പാതയിൽ വലിയ വ്യോമ പരീക്ഷണമൊക്കെ നടത്തുന്നത്. അതായത് നമ്മുടെ കൂറ്റൻ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വന്ന് റൺവേയിൽ വന്ന് തൊടുന്നത് പോലെ ഈ ഹൈവേയിലേക്ക് വന്ന് തൊട്ട് വീണ്ടും പറന്നുയരുന്നു, അവിടേക്ക് വന്ന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററുകൾ അവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് പറന്നുയരുന്നു. അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ ഒരു വ്യോമതാവളമായി നമ്മുടെ ദേശീയപാതയെ പോലും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെ തടയിടാനായിട്ട് ISIയുടെ തന്ത്രങ്ങൾക്ക് പോലും കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മാത്രമല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജിൽ നടത്തുന്ന പോലെ ഒരു കലാപം ഇന്ത്യയിൽ സൃഷ്ടിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ ISI നടത്തുന്നു. ഇതിനുവേണ്ടി ISIയുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ബംഗ്ലാദേശിലേക്ക് എത്തുകയും യൂനിസ് സർക്കാരിലേക്ക് ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ചെയ്തു. അങ്ങനെ ബംഗ്ലാദേശിലുള്ള ഇന്ത്യ വിരുദ്ധർ, അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളും ഇവരുമായിട്ട് ISI
കൈകോർക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി മേഖലയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. നമുക്കറിയാം, ഈ മുർഷിദാബാദ് ബംഗാളിൽ ഒരു വലിയ കലാപം ഉണ്ടായിരുന്നു. ആ കലാപം ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്തവരിൽ ഏറിയ പങ്കും ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണെന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ മ്യാൻമറിലും ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലും ഒക്കെ തന്നെ ഇന്ത്യ വളരെ ശക്തമായ പട്രോളിംഗ് നടത്തുന്നു, കൃത്യമായ നിരീക്ഷണം നടത്തുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരുണ്ടെങ്കിൽ സ്പോട്ടിൽ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സ്വീകരിക്കുന്നു. അപ്പം രണ്ട് ഭാഗത്തും ഒരുപോലെ ടെൻഷൻ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇനി ഇന്ത്യക്ക് സഹായവുമായിട്ട് വന്നിട്ട് ജപ്പാൻ പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞതല്ലേ നമുക്ക് നാറ്റോയുടെ മാതൃകയിൽ ഒരു സഖ്യം രൂപീകരിക്കണം, ഏഷ്യൻ നാറ്റോ രൂപീകരിക്കണം. അതുപോലെ തന്നെ നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു നമുക്ക് ഈ ക്വാഡ് എന്ന് പറയുന്ന സഖ്യമുണ്ട്, അതിനെ ഒരു സൈനിക ശക്തിയാക്കി മാറ്റണം. അപ്പോഴൊക്കെ ഇന്ത്യ പറഞ്ഞത് മറ്റൊരു രാജ്യത്തെ നേരിടാൻ, അതായത് പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ നേരിടാൻ, അവരുടെ ഭീഷണികളെ അതിജീവിക്കാൻ മൂന്നാമത്തെ രാജ്യത്തിൻ്റെ സഹായം നമുക്ക് വേണ്ട. അതുകൊണ്ട് ജപ്പാൻ്റെ ആ നിർദ്ദേശവും അമേരിക്കയുടെ നിർദ്ദേശവും ഒക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഇന്ത്യ ഏഷ്യയിലെ ഒരു വലിയ എതിരാളിയായിട്ട് കാണുന്നത് ചൈനയെ മാത്രമാണ്, പാകിസ്ഥാനെ ഒരു എതിരാളിയായിട്ട് പോലും കാണുന്നില്ല. അത്രയ്ക്ക് സുസജ്ജമാണ് നമ്മൾ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ ഭരണകൂടമൊക്കെ ഭയന്ന് വിറയ്ക്കുന്നത്. ഇത്രയും നാൾ നരേന്ദ്രമോദി 2 or 3 തവണയായി പറഞ്ഞിരുന്നു, അന്ന് പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് ഭീകരവാദികൾക്ക്, ഗൂഢാലോചന നടത്തിയവർക്ക് തക്കതായ മറുപടി നൽകും, തക്ക ശിക്ഷ നൽകും. മറ്റാരും ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞില്ല. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആസാമിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. അത് എത്രയായിരിക്കുമെന്ന് അവർ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ നമ്മൾ നേരിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുമെന്ന് പറയുന്നില്ല. നമ്മൾ ഭീകരവാദത്തെ തുരത്തും, ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടുമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഉൽപ്പാദകർ പാകിസ്ഥാനാണെന്ന സന്ദേശം കൃത്യമായിട്ട് ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതാണ് പാകിസ്ഥാനെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ പാക് ഹാമർ എക്സസൈസുമായിട്ട് മുന്നേറുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവരുടെ തന്നെ ഈ പാക് ആർമിയുടെ ഒരു ഉപവിഭാഗമായ മാംഗ്ല സ്ട്രൈക്ക് കോർപ്സാണ് ഈ പരിശീലന പരിപാടികളെല്ലാം നടക്കുന്നത്. ഇത് നിരീക്ഷിക്കാനാണ് ഈ സൈന്യാധിപൻ എത്തുന്നത്. അതായത് വേഗത്തിലും വളരെ ദൃഢനിശ്ചയത്തോടും കൂടി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള പ്രോത്സാഹനം നൽകുകയാണ്. അപ്പം സാങ്കേതിക ആധുനികവൽക്കരണം, അതും മിശ്രിതമായ പരിശീലനം, ഇതെല്ലാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും പിന്നോക്കം തിരിഞ്ഞു പോകണ്ട, പാക് ഭരണകൂടം മൊത്തം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കൃത്യമായൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി അമേരിക്ക നൽകിയ ഏതാണ്ട് $400 മില്യൺ ഉണ്ട്. ഈ പൈസ അവിടുത്തെ F-15 പോലെയുള്ള യുദ്ധവിമാനങ്ങളുടെ പരിപാലനത്തിന് അമേരിക്ക അനുവദിച്ചാണ്. ഈ പൈസ ഇപ്പോൾ ISIക്ക് വേണ്ടിയിട്ട് ആർമി വകമാറ്റിയെന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടി അമേരിക്കയുടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും അമേരിക്ക വല്ലാതെ ആശങ്കപ്പെടുകയാണ്. അപ്പം ഇന്ത്യ വ്യോമപാതയിലൊക്കെ തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം, മനുഷ്യന്മാർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ, അതായത് ഈ POK ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റുന്ന തന്ത്രം പാകിസ്ഥാനുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. മാത്രമല്ല ഈ ചൈനയുടെ സാറ്റലൈറ്റ് ഫോണുകളും GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമൊക്കെ പഹൽഗാം ആക്രമണത്തിൽ ഉപയോഗിച്ചുവെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അത്തരത്തിലുള്ള സഹായം ലഭിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ സാറ്റലൈറ്റ് സിഗ്നൽസ് മുഴുവൻ തകർത്തുകൊണ്ട് ഇന്ത്യ അതിർത്തിയിൽ നടത്തുന്ന ഈ മുന്നേറ്റം പാകിസ്ഥാൻ്റെ സൈനിക നീക്കത്തെ വല്ലാതെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളം ഓടി മാറുകയാണ്. അവിടുത്തെ പോസ്റ്റുകളിൽ നിന്ന് അവർ പാകിസ്ഥാൻ്റെ കൊടി പോലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ആകെയുള്ള പ്രതീക്ഷ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന 57 മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയാണ്. ആ പിന്തുണ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയായാലും ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യ തിരിച്ചടി നൽകും. അത് എത്ര ദിവസം കഴിഞ്ഞ് ഏത് രീതിയിലായിരിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയില്ല. മാത്രമല്ല ഈ ടെറർ ക്യാമ്പുകൾ, ടെററിസ്റ്റുകളെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ലോഞ്ച് പാടുകളുണ്ട്. അവിടെ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യയുടെ ആക്രമണത്തിനുള്ള സാധ്യത എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്ലാമാബാദിലെ ISIയുടെ ആസ്ഥാനം, അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇത് രണ്ടും ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യം വെച്ചിട്ടുള്ളതായിട്ട് പാക് ഇൻ്റലിജൻസ് വിഭാഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന അവരുടെ തീവ്രവാദ നേതാവിനെ കൊല്ലാനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി വലിയ CCTV സുരക്ഷിതത്വം, കമാൻഡോയുടെ സെക്യൂരിറ്റിയൊക്കെ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇന്ത്യൻ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും, പ്രത്യേകിച്ച് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിലേക്ക്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളോട് 2 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ സംഭരിച്ചു വെക്കാൻ അവിടുത്തെ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ
ഒരുപക്ഷെ പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട ഇവർക്ക് ഇനി ആരുടെയും സഹായമില്ല. ഇതിനിടയ്ക്ക് ബംഗ്ലാദേശിൻ്റെ ഒരു എക്സ് മിലിറ്ററി ജനറൽ ഉണ്ട്, അദ്ദേഹം ALM ഫസലുർ റഹ്മാൻ, അദ്ദേഹം പറഞ്ഞത് നമ്മൾ വേണമെങ്കിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ അറ്റാക്ക് ചെയ്യാം, മറുവശത്തുനിന്ന് പാകിസ്ഥാൻ ആക്രമിക്കും, ചൈനയുടെ ആക്രമണം കൂടി ഉണ്ടായാൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ കഴിയും. അങ്ങനെ 3 മേഖലകളിൽ നിന്ന് ഒരേ സമയം ഇന്ത്യയെ ആക്രമിക്കാം എന്നുള്ള ചില പദ്ധതികളും പാകിസ്ഥാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ കരസേന, വ്യോമസേന, നാവികസേന എല്ലാം സുസജ്ജമായിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ബ്ലൂ പ്രിൻ്റ് കൃത്യമായിട്ട് സേന ഇന്ത്യൻ ഭരണകൂടത്തിന് സമർപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥ സമയത്ത്, കൃത്യമായ സമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. സൈന്യത്തിന് അങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കര, വ്യോമ, നാവിക ആക്രമണം ഉണ്ടാകാം. അതിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് ഇപ്പോൾ ഹാമർ എക്സസൈസ് പാകിസ്ഥാൻ സംഘടിപ്പിക്കുന്നത്. ഇതിലൂടെ അസീം മുനീർ പാക് സൈനികർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.